ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട നമുക്ക് കഴിക്കാനായിട്ട് ചോറിൻ്റെ കൂടെ. അതിന് വേണ്ടത് ഒരു പാക്കറ്റ് തൈര്, ഒരു പാക്കറ്റ് ഒന്നുമല്ല, നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കുക കേട്ടോ. ഞാൻ പാത്രത്തിലോട്ട് കുറച്ച് തൈര് എടുത്തിട്ടുള്ളൂ. അപ്പോൾ എടുത്തൊരു പാത്രം ചെറുതായതുകൊണ്ട് കുറച്ച് വലിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിനകത്തോട്ട് കുറച്ച് സവാള, ഒരു ഉള്ളിയുടെ പകുതിയുടെ പകുതി മതി കേട്ടോ, അത്ര ഇടുക. ഒരു പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞതും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നിങ്ങൾ വിചാരിക്കണ്ടാവും ഇതെന്താ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന തൈര് തന്നെ അല്ലേ എന്നല്ലേ. അല്ല കേട്ടോ, അതിനൊരു വ്യത്യാസം ഇതാണ്. ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടച്ചിട്ട് ഇടാം. ഞാനിപ്പം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അതിനുശേഷം നമുക്കത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എത്ര എളുപ്പമാണല്ലേ ഈ കറി ഉണ്ടാക്കാനായിട്ട്. എന്നിട്ട് ഒന്ന് എല്ലാം യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ചേർത്ത്, ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണേലും ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കുക, പിന്നെ കുറച്ച് വറ്റൽമുളക് ഇടുക, പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തോളൂ. എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ എന്തായാലും, പിന്നെ അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അതും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറായിരിക്കും. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. അതിന് പിന്നെ ശേഷം ഒന്ന് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സില്ലേ അതിലോട്ട് ഒഴിച്ച് കൊടുക്കട്ടെ. കരിഞ്ഞു പോകരുത്. മുളക് പൊടി ഇടുന്ന സമയത്ത് നമ്മൾ ചട്ടി പുറത്ത് ഇറക്കി വെച്ചിട്ട് വേണം ഇടാനായിട്ട്. നല്ല ടേസ്റ്റാണ് ഇത് ഒഴിച്ചിട്ട് ചോറ് കഴിക്കാനായിട്ട്. ഇതേപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ചില്ലി ഫ്ലെക്സില്ലേ അത് ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ കടുക് പൊട്ടിക്കുന്ന സമയമില്ല, ആ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ആ സമയത്ത് മറന്നു പോയിന് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാൻ പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ വേറെ എന്ത് വേണം നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. ഇത് കാണും പോലെ ഒന്നുമല്ല, അപാര ടേസ്റ്റാണ്. നമ്മൾ ചോറിലേക്ക് നന്നായിട്ട് തന്നെ ഒഴിച്ച് കൊടുത്ത് കുഴച്ച് കഴിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര ചോറ് കഴിച്ചാലും മതിയായില്ല കേട്ടോ. വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്. ഞാൻ ചൂട് ചോറെടുത്തിട്ടുണ്ട്. റേഷനരി ചോറാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അതിനിട്ട് തന്നെ ഒരുപാട് കറി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ കുഴച്ച് കഴിച്ച് നോക്കൂ. പിന്നെ നിങ്ങൾ ഒന്നും വേണ്ടാന്ന് പറയൂട്ടോ, എല്ലാ ദിവസം ഈ കറി തന്നെ ഉണ്ടാക്കിയെടുക്കും. അത്രയും ടേസ്റ്റാണ്. നമുക്ക് അടുപ്പ് തീ കത്തിക്കേണ്ട ആവശ്യം പോലുമില്ല. ഒരുപാട് ടൈം നമുക്ക് ഈ ഒന്നെണ്ണ കടുക് പൊട്ടിച്ചിടാൻ മാത്രമേ നമ്മൾ തീ കത്തിക്കേണ്ടതുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പിന്നെ ഫീഡ്ബാക്കെല്ലാം കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ, മറക്കരുത്. പിന്നെ കാരണം എന്ന് വെച്ചാൽ ടേസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ പുതിയൊരു വീഡിയോയുമായി കാണാം.